ഇന്ത്യ ഗവൺമെന്റ് ചൈനയുമായിട്ട് മോഡി ഗവൺമെന്റ് ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഒരു ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയപ്പോൾ അത് അമേരിക്കയുടെ ഭീഷണിക്ക് മുമ്പിൽ ഇങ്ങനൊരു ചർച്ച നടത്തിയപ്പോൾ അമേരിക്ക തിരിച്ചു പിടിക്കുകയാണ്. അതിന് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന എല്ലാ നിബന്ധനകളും ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കുകയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുർഘടകപരമായിട്ടുള്ള പ്രശ്നമാണ് വരുന്നത്. അതുകൊണ്ട് പഴയതിനേക്കാളും കൂടുതൽ വിഷമകരമായൊരു ജീവിതമാണ് ഇന്ത്യയുടെ മുമ്പിൽ രൂപപ്പെടുന്നത്. BJP ഗവൺമെന്റിന്റെ നയത്തിന്റെ ഫലമായി കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഞെരുങ്ങി വരികയാണ്. സാമ്പത്തിക രംഗത്ത് അർഹതപ്പെട്ട സഹായങ്ങളില്ല, വികസനങ്ങളെ മുടക്കുന്നു, വികസനോന്മുഖമായ കേരളത്തെ തടസ്സപ്പെടുത്തുന്നു. കഴിഞ്ഞ 4 വർഷക്കാലത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൻ്റെ കേന്ദ്ര ഗവൺമെന്റ് 2 ലക്ഷം കോടി രൂപ അർഹതപ്പെട്ട വിഹിതം തരണം 4 വർഷത്തിനുള്ളിൽ. ആ 2 ലക്ഷം കോടി രൂപയിൽ ഒരു പൈസ പോലും തന്നില്ല. എന്ന് മാത്രമല്ല, ഇവിടെ ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് 5 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് വിഹിതമായി കൊടുക്കണം. 5 ലക്ഷം കോടി രൂപ അനുവദിച്ചു. 5 ലക്ഷം കോടി രൂപ വിഹിതം വെക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. 5 ലക്ഷം കോടി രൂപ വിഹിതം വെച്ചാൽ 75,000 കോടി രൂപ നമുക്ക് ലഭിക്കണം. എന്നാൽ നമ്മുടെ വിഹിതം വെട്ടിക്കുറച്ച് അത് 35,000 ആക്കി ചുരുക്കിയിരിക്കുകയാണ്. അതായത് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതങ്ങൾ വെട്ടിക്കുറക്കുക, കേരളത്തിന്റെ വരുമാനം വെട്ടിക്കുറക്കുക, എല്ലാ പുരോഗമനപരമായ നിർമ്മാണ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുക. അതിനു വേണ്ടിയിട്ട് ജുഡീഷ്യറിയെ പോലും സ്വാധീനിക്കുക. ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ BJP വളരെ കേമന്മാർ തന്നെയാണ്. ഇവിടെ ഇന്നത്തെ ചില പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നാട് പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്കാണ്, സാമ്പത്തിക തകർച്ചയിലേക്കാണ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും നമ്മുടെ നാടിന് മുമ്പിൽ വളർന്നു വരികയാണ്. അതുകൊണ്ട് അതിന് പകരമായി കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഈ നയത്തിന് ബദലായ ഒരു നയം നടപ്പിൽ വരുത്തിക്കൊണ്ടാണ് കേരളത്തെ നയിക്കുന്നത്. എല്ലാ തരത്തിലുള്ള അവഗണനകളിൽ നിന്നും കേരളത്തെ രക്ഷിച്ചെടുക്കാൻ ഫലപ്രദമായ സാമ്പത്തിക ആസൂത്രണം, പ്ലാനിങ് ഇവിടെ ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് കേരളം ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. അതാണ് എതിരാളികളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ടാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ കളങ്കപ്പെടുത്താൻ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ജാഗ്രത പാലിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടുത്ത കാലത്ത് പ്രമാദമായൊരു വിഷയം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പമ്പയിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സമ്മേളനം ചേരുന്നു. ആ സമ്മേളനം ചേരുന്നത് കേരളത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. ലോകത്തിൽ ഇതുപോലെ ഒട്ടനവധി പ്രശസ്തമായ പുണ്യകേന്ദ്രങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ ശബരിമല, ഗുരുവായൂർ, തിരുപ്പതി, പഴനി, ഈ കേന്ദ്രങ്ങളൊക്കെ വിശ്വാസികളുടെ സന്ദർശന കേന്ദ്രമാണ്. ഇതെല്ലാം പ്രശസ്തമായ സ്ഥലങ്ങളാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ട് ലോകത്തിൽ തന്നെ ഇത്തരം ഒരു സാഹചര്യം വളർന്നു വരുമ്പോൾ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രവാഹം, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു. അവർ പ്രദേശങ്ങളിൽ വന്ന് താമസിക്കുന്നു, യാത്ര ചെയ്യുന്നു, ഇവിടെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, മാർക്കറ്റ് സജീവമാകുന്നു. നാടിനൊരു ഉണർവാണത്. അങ്ങനെയാ തിരുപ്പതി വളർന്നത്. ലോകത്തിന്റെ മുമ്പിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മക്കയും മദീനയും ഒക്കെ ഇസ്ലാം മതവിശ്വാസികളുടെ പുണ്യ കേന്ദ്രമാണത്. ആ പുണ്യകേന്ദ്രത്തിൽ എത്ര ലക്ഷങ്ങളാണ് വരുന്നത്. സൗദി അറേബ്യയുടെ വളർച്ചയിൽ, സാമ്പത്തിക വളർച്ചയുടെ ഒരു ഭാഗം അതാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ സന്ദർശനം കൊണ്ട് നാട് വളരുന്നു. വിശ്വാസികൾക്ക് വിശ്വാസം, ഒരു നാടിന്റെ പൊതുവായിട്ടുള്ള വളർച്ച. ക്രിസ്ത്യ ദേവാലയങ്ങൾ, വേളാങ്കണ്ണി, ക്രിസ്ത്യാനികൾ പോകുന്നു. ആ നാടിന്റെ മാറ്റം എത്രമാത്രം വലുതാണ്. നമ്മുടെ കേരളത്തിൽ അയ്യപ്പ ഭക്തന്മാർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്ന് വരുന്നു. അവരെയെല്ലാം സമ്മേളിപ്പിച്ചുകൊണ്ട് ഈ അയ്യപ്പ സന്ദർശനം നടത്തുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അവരുടെ വിശ്വാസം അത് അവരുടെ വ്യക്തിപരമായ പ്രശ്നമാണ്. അത് അവർ കാത്തു സൂക്ഷിക്കേണ്ടത്. അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക.
അതുവഴി ക്ഷേത്രവും വിശ്വാസികൾക്കും അവരുടെ താല്പര്യം രക്ഷിക്കാൻ കഴിയും. ഈ കേരളം വളരും, കേരളം വികസിക്കും, കേരളത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ചലനാത്മകത ഉണ്ടാകും, സാമ്പത്തിക രംഗത്തൊരു കുതിപ്പുണ്ടാകും. എന്തിനാ ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നത്? എന്താ ഈ കേരളീയരായിട്ടുള്ള ജനങ്ങൾ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? ഇവിടെ തിരുപ്പതിയിൽ തന്നെ അവിടെ ചെയ്തിട്ടുള്ള RSSകാർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവർ ചെയ്തത് അവിടെ ഉണ്ടാക്കുന്ന ലഡു, അതിലൊക്കെ മൃഗത്തിൻ്റെ കൊഴുപ്പ്, സാധാരണ നെയ്യ് ചേർത്തിട്ടാണ് അതുണ്ടാക്കുന്നത്, അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതിൽ കൊഴുപ്പ് ചേർത്തിരിക്കുന്നു മൃഗത്തിൻ്റെ എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ നടന്നവരാണ് RSSകാർ. ഇതാ ഇന്നത്തെ സ്ഥിതി. അതുകൊണ്ട് രാജ്യത്ത് വിദ്വേഷത്തിൻ്റെയും മതസ്പർദ്ധയുടെയും സംഘർഷത്തിൻ്റെയും വിത്ത് വിതച്ചുകൊണ്ട് രാജ്യത്തെ കലാപത്തിലേക്ക് കൊണ്ടുപോവുക, സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കുക, ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിൽ ജനങ്ങൾ കൂടുതൽ കൂടുതൽ സജീവതയോടുകൂടി കൂടുതൽ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കണം. ശബരിമല, അതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ വളർന്നു വരുന്നത് നാടിൻ്റെ ഐശ്വര്യമല്ലേ? എന്തിനാണ് UDFകാർ ഇത് ബഹിഷ്കരിച്ചത്? എന്തിനാണ് അലങ്കോലപ്പെടുത്തിയത്? RSSകാർ എന്ത് ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ അലങ്കോലപ്പെടുത്തിയത്? ഇനി അലങ്കോലപ്പെടുത്തിയിട്ട് അതിനെക്കുറിച്ച് വ്യാഖ്യാനങ്ങൾ, വലിയൊരു സദസ്സ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഇത് കണ്ട് അങ്ങേയറ്റം അസഹനീയത വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഈ ഓണം എത്ര നല്ല നിലയിലാണ് ജനങ്ങൾ സന്തോഷിച്ച് ആഘോഷിച്ചത്. എന്തുകൊണ്ടാണത്? ജനങ്ങളുടെ കൈവശം പണമെത്തി. ഇടതുപക്ഷ ഗവൺമെൻറ് ശമ്പളം, ബോണസ്, എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പുകാർ, കുടുംബശ്രീക്കാർ, ആശാവർക്കർമാർ, എല്ലാവർക്കും ആനുകൂല്യങ്ങൾ കൊടുത്ത് അവരുടെ കൈവശമെല്ലാം പണം വന്നു. ആ പണം മുഴുവൻ നാട്ടിൽ ചലിച്ചില്ലേ? എത്ര സന്തോഷത്തോടു കൂടി ആഘോഷിച്ചു. ഇത് കണ്ട് സഹികെട്ട് ആ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കളങ്കപ്പെടുത്താൻ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുക, അതിനുവേണ്ടി അവർ ആദ്യം പ്രയോഗിച്ചത് പോലീസ് മർദ്ദനത്തിൻ്റെ 10, 12, 14 വർഷങ്ങൾക്ക് മുമ്പ്, 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ചിത്രമെടുത്ത് ആ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും, അതിപ്പോൾ നടക്കുന്നൊരു ചിത്രം പോലെയല്ലേ പ്രദർശിപ്പിച്ചത്. എന്തിനാ മാധ്യമങ്ങൾ ഇത് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ ഈ കൊടും ക്രൂരത ചെയ്യുന്നത്? ഈ കേരളത്തിലെ 3.5 കോടി മലയാളികൾ എന്ത് തെറ്റ് ചെയ്തു? അവരുടെ അഭിവൃദ്ധി എന്തിനാ നിങ്ങൾ തകർക്കുന്നത്? അതുകൊണ്ട് കേരളത്തിൻ്റെ പൊതു വളർച്ചയെപ്പോലും തടസ്സപ്പെടുത്താനാണ് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷവും അതുപോലെ തന്നെ RSS സംഘപരിവാർ ശക്തികളും പ്രവർത്തിക്കുന്നത്. സംഘപരിവാർ കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തലങ്ങളിലും വർഗീയത പ്രചരിപ്പിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം, ക്രിസ്തീയ, പിന്നോക്ക വിഭാഗങ്ങൾ, ദളിത് ജനവിഭാഗങ്ങൾ, അവർക്കെല്ലാം നേരെയുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ്റെ ഐക്യവും സാഹോദര്യവും കാത്തുസൂക്ഷിച്ച് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ, വർഗ ഐക്യം ശക്തിപ്പെടുത്താൻ, അതുവഴി കേരള സമൂഹത്തിൻ്റെ ആകെ ഐക്യവും ശക്തിയും ഉയർത്തിക്കൊണ്ടുവരാൻ സഖാക്കളെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. സഖാ വഴിയക്കോടൻ കെട്ടിപ്പടുത്ത് വളർത്തിയെടുത്ത പാർട്ടി, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ 53 വർഷം നമ്മൾ പിന്നിട്ടപ്പോൾ നമുക്കൊരുപാട് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇവിടെ നിൽക്കുകയല്ല വേണ്ടത്. ഇനിയുമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് കേരളം വളരണം. ഇന്നിനി നമുക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഈ കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തലാണ് ഈ ഗവൺമെൻറ്റിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ലക്ഷ്യം. പട്ടിണി കിടക്കുന്നവർക്ക് ആഹാരത്തിന് വേണ്ടി അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ, ചളിയിൽ പെടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരാൻ പോരാടിയ പ്രസ്ഥാനം അതിലൂടെ ഇന്നത്തെ നിലയിലേക്ക് കേരളത്തെ എത്തിച്ചു. ഇനിയും ഇന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ സഖാവ് KK രാഗേഷ് പറഞ്ഞതുപോലെ അതിദരിദ്രരില്ലാത്തൊരു കേരളം, ഇന്ത്യക്ക് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പ്രത്യേക സംസ്ഥാനം, ഒരു പച്ചത്തുരുത്ത് ഉയർന്നു വരികയാണ്. അത് ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്തും ശക്തിയുമാണ്.
അഴീക്കോടിനെ പോലെയുള്ള ധീരരായ രക്തസാക്ഷികളുടെ ത്യാഗത്തിൻ്റെ ഫലമാണത്. ആ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതം മുഴുവൻ നാടിന് വേണ്ടി അർപ്പിച്ച് ഒരു സുശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ ജീവിതം അർപ്പിച്ച ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് നായകൻ, കമ്മ്യൂണിസ്റ്റ് പോരാളി, തൊഴിലാളി വർഗത്തിൻ്റെ പ്രിയങ്കരനായ സഖാവ് അഴീക്കോടിൻ്റെ വീരസ്മരണയ്ക്ക് മുമ്പിൽ ബഹുമാനപുരസരം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ.